അപ്പം അമ്മ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ടൗണിലൊന്ന് പോകാനുണ്ട്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിനായിട്ടാണ് നമ്മൾ പെട്ടെന്ന് പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. അപ്പം ഇന്നലെ ഞാൻ നനക്കുമ്പോൾ അമ്മയും ഞാനും വീടും കാര്യങ്ങളൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഒന്നും കൂടെ പോയിട്ട് എല്ലാതും ഒന്ന് കണ്ടുവന്നു. ചോർക്ക് നാടൻ ഐറ്റംസ് ആയിരുന്നു. പരിപ്പും മിരിഞ്ഞും അമരക്കയും പിന്നെ പപ്പടം 9 റുപ്യ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ ടൗണിലെത്തിയിട്ടോ. ഏതായാലും ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കൂടിക്കല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഗോൾഡ് കൊണ്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ഏത് മോഡൽ എത്ര വേണമെങ്കിലും വാങ്ങി. സത്യം പറഞ്ഞാൽ ഞാനൊരു റോസ് ഗോൾഡിന്റെ വള വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. ഉപ്പാക്കും മാക്കും ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറെ നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നത്. ഉപ്പാന്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും സമ്മതിക്കൂല. ആ ഒരു പൊട്ടിയ ചെരുപ്പ് തുന്നിയിട്ടേ മൂപ്പര് അവിടെ നിന്ന് പോയി. ഞാൻ ഉമ്മയ്ക്ക് നിന്ന് പറയണ്ട കേട്ടോ, അത് തുന്നിക്കണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല, നമ്മൾ വേറെ വാങ്ങലേന്ന്. അപ്പൊ പറഞ്ഞപ്പോൾ 4 ദിവസമെങ്കിൽ 4 ദിവസം ഇടാൻ കിട്ടിയാൽ അത്രയായില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഉപ്പമാരൊക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഉപ്പാക്കും മാക്കും ഫാദിക്കും ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മ എപ്പോൾ വന്നോ അപ്പോഴൊക്കെ ഫാദിക്ക് ചെരുപ്പ് വേണം. അതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഫാദിക്കുട്ടിക്ക് ഇതാ ചെറിയൊരു പേഴ്സും സച്ചുവിന് നല്ല വലിയൊരു അത്യാവശ്യം നല്ലൊരു പേഴ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സച്ചുവിന് സർപ്രൈസ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ചെറുപ്പത്തിലും വലുപ്പത്തിലും പോലീസ് ജീപ്പും പോലീസിന്റെ ബസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പൊലിവാണല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഫാദിക്ക് ചെരുപ്പ് എടുത്തപ്പോൾ സച്ചു കൂടല്ലാത്തതും കൊണ്ട് അവനക്കൊരു ടീഷർട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് നേരെ സ്റ്റുഡിയോ പോയി. അവിടുന്ന് കിട്ടിയില്ല. പിന്നെ നേരെ മുല്ലാസി പോയി. അവിടുന്ന് അവന്റെ സൈസ് ഉണ്ടായിരുന്നില്ല. ടീഷർട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ സൈസ് ഇല്ലാത്തതും കൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മൈരിബി ബാങ്ക് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏത് കടയിൽ പോകാനും തരാനുള്ള ടൈമൊന്നുമില്ല. നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു. സച്ച് സ്കൂളിൽ വിട്ടപ്പോൾ നേരെ കടയിൽ ഇറങ്ങിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോ വിളിച്ചിട്ട് പോയതായിരുന്നു. ഏകദേശം മൈരിബൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ വീടിന്റെ അവിടെ എത്താനാകുമ്പോൾ കുറെ കാടും മേടും അതുപോലെ തന്നെ കുറെ വില്ല വൈബൊക്കെയാണ്. പിന്നെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ മന്തി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാർസൽ ചെയ്തതായിരുന്നു. ബീഫും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് മന്തി ആണെങ്കിലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ വീട്ടിൽ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ റേറ്റ് ആവും ചെയ്യും. നമ്മുടെ ഫുൾ ടൈം പോവുകയും ചെയ്യും. അതിലും നല്ലത് നമുക്ക് പാർസൽ ചെയ്ത് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉമ്മയും പോവാണ്. നമ്മളെ കാറിന്റെ ബാക്കിൽ വേറെയും കുറെ കാറുകളുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കാർ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓട്ടോയിൽ പോകുന്നത് കേട്ടോ. വേറെ ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ നടന്നു പോയിക്കോളാന്ന് പറഞ്ഞിട്ട് നിൽക്കുക. വണ്ടി വിളിക്കാൻ നിന്നാലും സമ്മതിക്കൂല. ഞങ്ങൾ നടന്നു പോയിക്കോളാം, അവിടുന്ന് കുറച്ച് പോയാൽ പോരെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാനത് അതിൽ കൊണ്ടാക്കിയാൽ മതി, ഏതായാലും ഇപ്പോൾ കുറച്ച് പോകണ്ടേ, അപ്പം അതിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. ഇത് നമ്മൾ ബെഡ് കൊണ്ടുപോകണ ഓട്ടോ ആണ്. അങ്ങനെ ഒരു രണ്ടാളും പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മൂകതയും സങ്കടം ഇടങ്ങേറൊക്കെയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെയാണ് കേട്ടോ. വേറെ ആരും നമുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മളെ അമ്മയും വാപ്പി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് വേറൊരു ധൈര്യവും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ. എന്തൊക്കെ പ്രശ്നം സങ്കടം വന്നാലും ഉമ്മാനെ ഇപ്പാനോട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ധൈര്യം എവിടുന്നൊക്കെയോ അങ്ങോട്ട് വരാറ്. അമ്മക്ക് പോകുമ്പോൾ നല്ല പനിയാണ് കേട്ടോ. പോണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അമ്മ 2 ദിവസമൊക്കെ തന്നെ ഇവിടെ നിൽക്കുള്ളൂ. രാവിലെ നമ്മൾ ദോശയും കടലക്കറിയും ചട്നി ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.